ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാഘോഷമാണ് ഈ അമ്പ് തിരുനാൾ. എന്തിനാണ് ഇത്രയും ആഘോഷം? ഈ ചെറിയൊരു സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ അമ്പിൻ്റെ രൂപവുമായിട്ട് വീടുകളിലൂടെ കയറി ഇറങ്ങുന്നതിൻ്റെ ആവശ്യകത എന്താണ്? നമ്മുടെയൊക്കെ ഭവനങ്ങളിലൂടെ അമ്പ് ചെണ്ടയൊക്കെ കൊട്ടി കടന്നു വരുമ്പോൾ ആ അമ്പിൻ്റെ പിന്നാലെ പോകാനായിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ മടിയുമില്ല. അമ്പ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. ഒരു ഭവനത്തിലൂടെ ഒരു അമ്പ് ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ അത് വെറുതെ ഒരു ലോഹക്കഷണത്തിൻ്റെ കടന്നുവരവായിട്ടല്ല നാം ഓരോരുത്തരും കാണുന്നത്, മറിച്ച് വിശുദ്ധൻ്റെ പ്രതീകമാണ്. ഈ തിരുസ്വരൂപം ദൈവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് അകമ്പടിയായി പരുന്ത് പറന്നു പോകുമെന്നാണ് പറയുന്നത്. ഈ രണ്ട് വിശുദ്ധരുടെ പ്രതീകമാണ് ഈ പരുന്തുകൾ. കഴുകന്മാരുടെ കരങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി പരുന്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നും ചില പാരമ്പര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ യുക്തിസഹജമായി ഇതിന് പല കാരണങ്ങൾ കണ്ടെത്തും. കാരണം അർത്തിങ്കൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടേക്ക് പരുന്ത് വരിക സ്വാഭാവികമാണ്. ഇടവകയുടെ അതിർത്തിയുടെ സമീപമുള്ള ഒരു കൊച്ചു ദൈവാലയത്തിലേക്ക് ഈ തിരുശേഷിപ്പ് കയറ്റി അവിടെ നിന്ന് തിരിച്ചിറക്കുമ്പോൾ ആ കൊച്ചു ദൈവാലയത്തിന് മുകളിൽ പരുന്തുകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഈ ലോകത്ത് അമാനുഷികമായ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസ് അത് ജീവിച്ചിരുന്ന, ഇപ്പോഴും നമ്മളുടെ ഇടയിൽ കൃപയിലൂടെ ജീവിക്കുന്ന ഒരു ദൈവീക സാന്നിധ്യമാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളാഘോഷങ്ങളിലൂടെ നാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഗോള കത്തോലിക്ക സഭയിലെ പ്രധാനപ്പെട്ട ഒരു വിശുദ്ധൻ, അതിനേക്കാൾ ഉപരി കേരളക്കരയുടെ ജനകീയ വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ഏറെ പ്രത്യേകിച്ച് തൃശ്ശൂർ, എറണാകുളം ജില്ലയിലെ ഓരോ ദേവാലയങ്ങളിലും ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ജാതി മതഭേദമന്യേ നമ്മളുടെ ഒക്കെ ഭവനങ്ങളിലേക്ക് വിശുദ്ധൻ്റെ പ്രത്യേകമായ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി അമ്പുകൾ ഇങ്ങനെ കയറിയിറങ്ങാറുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാഘോഷമാണ് ഈ അമ്പ് തിരുനാൾ. എന്തിനാണ് ഇത്രയും ആഘോഷം? ഈ ചെറിയൊരു സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ അമ്പിൻ്റെ രൂപവുമായിട്ട് വീടുകളിലൂടെ കയറി ഇറങ്ങുന്നതിൻ്റെ ആവശ്യകത എന്താണ്? പ്രിയമുള്ളവരെ, യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഇതിന് ചിലപ്പോൾ അർത്ഥമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ വിശ്വാസപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് വിശ്വാസ ആഴങ്ങൾ. പ്രത്യേകിച്ച് ഞാൻ എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള ഗോതിരുത്ത് എന്ന് പറയുന്ന ഒരു ഇടവകയിൽ ജനിച്ച് വളർന്നവനാണ്. ഗോതിരുത്ത് എന്ന് പറയുന്നത് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഇടവകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഇടവകയുടെ തിരുനാളിൻ്റെ അന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളിലൂടെ അമ്പ് ചെണ്ടയൊക്കെ കൊട്ടി കടന്നു വരുമ്പോൾ ആ അമ്പിൻ്റെ പിന്നാലെ പോകാനായിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ മടിയുമില്ല. അന്ന് മാത്രമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലുള്ളവർ ഇവൻ എവിടെയാണ് എന്ന് അന്വേഷിക്കാതെ പുറത്തേക്ക് സ്വതന്ത്രമായിട്ട് വിടുന്നത്. കാരണം ഇവൻ ഏതെങ്കിലും അമ്പിൻ്റെ പിന്നാലെ ഉണ്ടാകുമെന്ന് അവർക്ക് ബോധ്യമായിരുന്നു. അമ്പിനെ വിട്ടുള്ള ഒരു കളിയില്ലായിരുന്നു. അങ്ങനെ അമ്പിൻ്റെ പിന്നാലെ പോയി സകല വീടുകളിലൂടെയും കയറി ഇറങ്ങി ആ വീടുകളിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഈ ചെണ്ടകൊട്ടുകാർക്കും മറ്റു കൊടപിടിക്കുന്നവർക്കൊക്കെ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഓഹരിയൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഒരുപാട് കുട്ടികൾ ഈ അമ്പിൻ്റെ പിന്നാലെ പോകുമായിരുന്നു. അതുകൊണ്ട് അമ്പ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. പക്ഷേ വികാരം എന്നതിനേക്കാൾ ഉപരി അത് ഐക്യത്തിൻ്റെ ദൈവീക കൃപയുടെ ഒരു നിമിഷം കൂടെയാണ്. പ്രിയമുള്ളവരെ, ഈ അമ്പ് തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള ഈ അമ്പ് പ്രദക്ഷിണത്തെ ഞാൻ വ്യക്തിപരമായിട്ട് താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു മുത്തുമാല ഉണ്ടാക്കുന്നതിനോടാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ മുത്തുമാല ഉണ്ടാക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എല്ലാം പെട്ടെന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് കൊണ്ട് അത് ഉണ്ടാക്കാനായിട്ട് ആരും മെനക്കെടാറില്ല. അത് നിർമ്മിക്കുന്നവർക്കറിയാം അതിൻ്റെ പിന്നിലുള്ള സൂക്ഷ്മത, അതിൻ്റെ പിന്നിലുള്ള ബുദ്ധിമുട്ട്. മുമ്പുള്ളവർ പലപ്പോഴും ഇങ്ങനെ മുത്തുമാലകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ചിലപ്പോൾ കട്ടിയുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാത്ത ചരട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ചൂണ്ടനാര് ഉപയോഗിച്ചിട്ടാണ് സാധാരണ മുത്തുമാലകൾ ഉണ്ടാക്കാറ്. അങ്ങനെ ഈ മുത്തുമാലകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടനാര് തയ്യാറാക്കി അതിൽ കോർക്കേണ്ട മുത്തുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് ഈ മുത്തുകൾ ചൂണ്ടനാരിലേക്ക് ഇങ്ങനെ കോർത്തിണക്കുമ്പോൾ ആ ചൂണ്ടനാരിലേക്ക് കോർത്ത് താഴേക്ക് വീഴുന്ന മുത്തുകൾ നിലത്തേക്ക് വീണു പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ അറ്റത്ത് ഒരു കെട്ടിടും. അങ്ങനെ ഈ മുത്തുകൾ ഓരോന്നോരോന്നായി ഇങ്ങനെ കോർത്തിണക്കി ആ മാലയ്ക്ക് അനുയോജ്യമായ രീതിയിൽ എണ്ണത്തിൽ ആ മുത്തുകൾ ചേർന്ന് കഴിയുമ്പോൾ ഈ മുത്തുമാല ഉണ്ടാക്കുന്ന വ്യക്തി ഇതിൻ്റെ രണ്ടറ്റവും ഒരു ലോക്കറ്റിലേക്ക് ചേർത്ത് കെട്ടും.
അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു മുത്തുമാല തയ്യാറാവുകയാണ്. ഈ ലോക്കറ്റ് എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളതാണ്. നമുക്കറിയാം ഇത് ലോക്കാണ്. ലോക്കിൽ നിന്നും വന്നിട്ടുള്ളൊരു വാക്കാണ് ഈ ലോക്കറ്റ്. അങ്ങനെ ഈ ലോക്കറ്റിൻ്റെ മനോഹാരിതയിൽ മുത്തുകൾ ചേർത്ത് അതിങ്ങനെ കഴുത്തിലണിയുമ്പോൾ സുന്ദരമായ ഒരു ഭംഗിയുണ്ടാകും. പ്രിയമുള്ളവരെ, ഏതാണ്ട് ഇതുപോലുള്ള ഒരു മുത്തുമാലയുണ്ടാക്കലാണ് നമ്മളുടെയൊക്കെ ഇടവക ദൈവാലയത്തിൽ നിന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളിലൂടെ കയറിയിറങ്ങി തിരിച്ച് ഇടവക ദൈവാലയത്തിലേക്ക് വരുന്ന അമ്പിൻ്റെ പ്രദക്ഷിണത്തിലൂടെ നാം ഓരോരുത്തരും മെനഞ്ഞെടുക്കുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളൻ്റെ അമ്പ് ദൈവാലയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓരോ ഭവനങ്ങളിലൂടെയും അതിങ്ങനെ കയറിയിറങ്ങുമ്പോൾ ഓരോ ഭവനങ്ങളെയും ഓരോ മുത്തുകളാക്കി അത് തൻ്റെ മാലയോടിങ്ങനെ ചേർത്ത് വെച്ച് അവസാനം ഇത് ദൈവാലയത്തിലേക്ക് തിരിച്ചു വന്ന് ഇതിൻ്റെ 2 അറ്റവും ബലിപീഠമാകുന്ന ലോക്കറ്റിലേക്ക് ചേർത്ത് കെട്ടി ഇത് സുന്ദരമായ ഒരു മുത്തുമാലയായിട്ട് രൂപപ്പെടുമ്പോൾ ഇത് നമുക്ക് നൽകുന്ന വലിയൊരു വിശ്വാസ സത്യമുണ്ട്. ഈ അമ്പ് തിരുനാൾ, ഈ അമ്പ് പ്രദക്ഷിണം, നമ്മുടെ ഭവനങ്ങളിലൂടെയുള്ള അമ്പിൻ്റെ കടന്നുവരവ് നമ്മളെ ഓരോരുത്തരെയും ദൈവാലയത്തിലെ ബലിപീഠത്തോട് ഇങ്ങനെ ചേർത്ത് വെച്ച് കെട്ടുകയാണ്. ദൈവാലയത്തോട് ചേർത്ത് നിർത്തുക മാത്രമല്ല, മറിച്ച് നമ്മളുടെ ചുറ്റുപാടുമുള്ള അയൽപ്പക്കങ്ങളോടും ഇത് ചേർത്ത് നിർത്തുകയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഒരു ഭവനത്തിലൂടെ ഒരു അമ്പ് ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ അത് വെറുതെ ഒരു ലോഹക്കഷണത്തിൻ്റെ കടന്നുവരവായിട്ടല്ല നാം ഓരോരുത്തരും കാണുന്നത്, മറിച്ച് വിശുദ്ധൻ്റെ പ്രതീകമാണ്. ഈ വിശുദ്ധൻ്റെ പ്രതീകം കടന്നു വരുന്നത് വെറുതെ ഒരു ആഘോഷമായിട്ടല്ല, മറിച്ച് അയൽപ്പക്കങ്ങളോടുള്ള ബന്ധത്തെ ദൃഢീകരിക്കാൻ, എനിക്ക് എൻ്റെ ദൈവാലയത്തോടുള്ള ബന്ധത്തെ കുറച്ചും കൂടെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ അമ്പ് നമ്മളുടെ ഭവനങ്ങളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നത്. അങ്ങനെ ആത്മീയമായ ഒരു മുത്തുമാലയുടെ പ്രതീകമായി ഈ അമ്പിൻ്റെ പ്രയാണത്തെ ദർശിക്കാൻ സാധിച്ചാൽ ഓരോ ഇടവകയിലെ മക്കളെയും, ഓരോ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും ദൈവാലയത്തോടും പരസ്പരവുമായി ചേർത്ത് നിർത്തുവാൻ വേണ്ടി വിശുദ്ധൻ നടത്തുന്ന ഒരു പ്രയാണമാണ് ഈ അമ്പ് പ്രദക്ഷിണം എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ അംഗീകരിക്കാൻ സാധിച്ചാൽ, പ്രിയമുള്ളവരെ, ഇതിന് ഒരർത്ഥമുണ്ട്, ഇതിനൊരു ആത്മീയ തലമുണ്ട്. ആ ഒരു ആത്മീയ തലത്തിൽ ഇതിനെ കാണാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ 2 വിശുദ്ധരെ കൂടെ നാം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. പലപ്പോഴും അവരെ നാം ഓർക്കാറില്ല. അത് വേറെ ആരുമല്ല, റോമായിലെ വിശുദ്ധ ലുസീനായും റോമായിലെ തന്നെ വിശുദ്ധ ഐറീനും. ഈ ഐറീനും വിശുദ്ധ ലുസീനായും എങ്ങനെയാണ് വിശുദ്ധ സെബസ്ത്യാനോസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധ ഐറീനാണ് അമ്പേറ്റ് പിടഞ്ഞ് താഴെ വീണ വിശുദ്ധ സെബസ്ത്യാനോസിനെ എടുത്ത് ശുശ്രൂഷിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. വിശുദ്ധ ലുസീനായാണ് ഗദ കൊണ്ട് പ്രഹരമേറ്റ് മരണപ്പെട്ട വിശുദ്ധൻ്റെ ശരീരം റോമായിലെ കനാലിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അവിടെ അത് കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ വിശുദ്ധൻ തന്നെ ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവളെ അവിടേക്ക് നയിക്കുകയും അങ്ങനെ ആ ശരീരത്തെ പൂജ്യമായ സംസ്കാരം നൽകി അതിനെ വിശുദ്ധീകരിക്കുകയും ഇപ്പോൾ അത് റോമായിലെ അതിവിശുദ്ധ ദൈവാലയത്തിൽ അടക്കം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ 2 വിശുദ്ധർ, ഒരു വിശുദ്ധയെ ശുശ്രൂഷകയായും മറുവിശുദ്ധയെ സംരക്ഷകയുമായും സഭ കരുതി പോകുകയാണ്. ഈ 2 വിശുദ്ധരുടെ പ്രതീകമായിട്ടാണ് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കാഞ്ഞൂരും അർത്തുങ്കലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ കാണാവുന്നൊരു കാര്യമാണ്. വിശുദ്ധൻ്റെ ഈ തിരുസ്വരൂപം ദൈവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് അകമ്പടിയായി വിശുദ്ധൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പരുന്ത് പറന്നു പോകുമെന്നാണ് പറയുന്നത്. ഈ പരുന്ത് വിശുദ്ധൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പറന്നു പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഈ 2 വിശുദ്ധരുടെ പ്രതീകമായിട്ട് കാണണം എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. കാരണം ഈ 2 വിശുദ്ധരുടെ പ്രതീകമാണ് ഈ പരുന്തുകൾ. വിശുദ്ധ സെബസ്ത്യാനോസ് അമ്പേറ്റ് പിടഞ്ഞ് വനാന്തരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ഈ വിശുദ്ധൻ മരണപ്പെട്ടു എന്നാണ് വിചാരിച്ചത്.
അങ്ങനെ ഈ വിശുദ്ധൻ്റെ ശരീരം എടുത്ത് മറവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിശുദ്ധ ഐറീൻ, റോമായിലെ ഐറീൻ അവിടേക്ക് വരുന്നത്. പക്ഷേ വിശുദ്ധനിൽ ജീവൻ്റെ കണിക കണ്ടപ്പോൾ അവൾ ശുശ്രൂഷിക്കുകയും ഈ വിശുദ്ധന് ജീവൻ തിരികെ നൽകുകയും ചെയ്യുകയാണ്. ആ സമയത്ത് ഈ വിശുദ്ധൻ്റെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി പരുന്തുകൾ അവിടെ വട്ടമിട്ട് പറന്നിരുന്നു എന്ന് പാരമ്പര്യവും ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിശുദ്ധ ലുസിയാനയ്ക്ക് ദർശനമുണ്ടായപ്പോൾ കനാലിലേക്ക് വലിച്ചെറിയപ്പെട്ട ശവശരീരം കഴുകന്മാരുടെ കരങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി പരുന്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നും ചില പാരമ്പര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ സംരക്ഷകയുടെ ഭാവമണിഞ്ഞ വിശുദ്ധ ലുസീന, വിശുദ്ധ ഐറീൻ ഈ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ശരീരത്തെ സംരക്ഷിച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ സംരക്ഷണം നമുക്ക് തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഉണ്ടാകും എന്ന വലിയൊരു പ്രത്യാശയാണ്, പ്രതീക്ഷയാണ് ഈ പരുന്തിൻ്റെ സാന്നിധ്യം നമ്മെ ഓരോരുത്തരെയും ഉദ്ബോധിപ്പിക്കുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, വിശുദ്ധൻ്റെ ശരീരം അത് അമ്പേറ്റ് പിടഞ്ഞ ശരീരമാണ്. അതെ, വേദനകളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകുമ്പോൾ നീ ഒറ്റയ്ക്കല്ല, നിനക്ക് അകമ്പടിയായി സ്വർഗത്തിൻ്റെ വലിയൊരു സംരക്ഷണം ഉണ്ടാകും എന്നൊരു പ്രഖ്യാപനമാണ് ഈ പരുന്തിൻ്റെ സാന്നിധ്യത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുന്നത്, ഉദ്ബോധിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ പരുന്ത് വിശുദ്ധൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പറന്നു പോകുമ്പോൾ അത് പലപ്പോഴും യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, പലരും നേരിട്ട് കണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ യുക്തിസഹജമായി ഇതിന് പല കാരണങ്ങൾ കണ്ടെത്തും. കാരണം അർത്തിങ്കൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടേക്ക് പരുന്ത് വരിക സ്വാഭാവികമാണ്. അങ്ങനെ ഈ അമാനുഷികമായ ഒരു സംഭവത്തെ വളരെ സ്വാഭാവികമായ ഒരു കാര്യമായി തരം താഴ്ത്തി കാണുവാനായിട്ട് പരിശ്രമിച്ചിരുന്ന ഒരു വ്യക്തി കൂടെയാണ് ഞാൻ. കാരിശ്ശേരി എൻ്റെ ഗോതിരത്ത് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ദേവാലയമാണെങ്കിലും വിശുദ്ധനോട് ഒരുപാട് അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളെ അമാനുഷികമായിട്ട് കാണാതെ വളരെ സാധാരണമായ ഒരു കാര്യമായിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു ഞാൻ. അങ്ങനെയുള്ള എനിക്ക് വ്യക്തി ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം കൂടെ പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇരുന്നിരുന്ന ദേവാലയത്തിൻ്റെ സമീപമുള്ള ഒരു കൊച്ചു ദേവാലയം പുതുക്കി പണിയുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അത് വിശുദ്ധൻ്റെ നാമധേയത്തിലുള്ളൊരു ദേവാലയമായിരുന്നു. ആ ദേവാലയത്തിലേക്ക് വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് കൊണ്ടുവരുവാനുള്ള ഒരു അവസരം ലഭിച്ചു. തിരുശേഷിപ്പ് കൊണ്ടുവരുവാനുള്ള ഒരു അവസരം ലഭിച്ചു എന്ന് മാത്രമല്ല, ഇറ്റലിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ബസലിക്കായിൽ നിന്നും അവിടുത്തെ 2 വൈദികർ അത് അവിടെ നിന്ന് കൊണ്ടുവരികയും അത് നമുക്ക് ഒരു സമ്മാനമായിട്ട് നമ്മുടെ ദേവാലയത്തിന് സമർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് അത് സമ്മാനമായിട്ട് നൽകിയത് ജനുവരി മാസത്തിലല്ല, മറിച്ച് അത് ഒരു മാർച്ച് മാസത്തിലായിരുന്നു. പ്രിയമുള്ളവരെ, മാർച്ച് മാസം അത് ഔസേപ്പിതാവിൻ്റെ മാസമാണ്, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാസമേ അല്ല. പക്ഷേ ഇത് ഞങ്ങളുടെ ഇടവക അതിർത്തിയിലേക്ക് പ്രവേശിച്ച് ഇടവകയുടെ അതിർത്തിയുടെ സമീപമുള്ള ഒരു കൊച്ചു ദൈവാലയത്തിലേക്ക് ഈ തിരുശേഷിപ്പ് കയറ്റി അവിടെ നിന്ന് തിരിച്ചിറക്കുമ്പോൾ ആ കൊച്ചു ദൈവാലയത്തിന് മുകളിൽ പരുന്തുകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. പ്രിയമുള്ളവരെ, വ്യക്തിപരമായി അത് എനിക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഈ ലോകത്ത് അമാനുഷികമായ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലാണ്. അത് മാനുഷികമായ സ്വാഭാവികമായ കാര്യമായി തരം താഴ്ത്തിക്കൊണ്ട് അത് ദൈവത്തിൻ്റെ ഇടപെടലല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ദൈവം കൊണ്ടുവന്ന് തന്ന ശക്തമായിട്ടുള്ളൊരു ഇടപെടൽ. അതിനാൽ പ്രിയമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോസ് അത് ജീവിച്ചിരുന്ന, ഇപ്പോഴും നമ്മളുടെ ഇടയിൽ കൃപയിലൂടെ ജീവിക്കുന്ന ഒരു ദൈവീക സാന്നിധ്യമാണ്. ഈ ദൈവീക സാന്നിധ്യത്തിൻ്റെ പ്രതീകമായ അമ്പ് നമ്മളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലൂടെ ഇങ്ങനെ കയറിയിറങ്ങുമ്പോൾ അത് അയൽപക്ക ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു, ദൈവത്തോടുള്ള ആഴമായ സ്നേഹം ഊട്ടിയുറപ്പിക്കുന്നു. ഈ വിശുദ്ധൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുകളിലൂടെ പരുന്ത് ഇങ്ങനെ പ്രയാണം ചെയ്തുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും മുന്നിലേക്ക് വച്ചു നീട്ടുന്ന
ശക്തമായിട്ടുള്ള ദൈവിക സന്ദേശം ഇങ്ങനെയാണ്: നിന്റെ ജീവിതത്തിൽ വേദനകളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ, നീ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നീ ഒറ്റയ്ക്കല്ല. കർത്താവിൻ്റെ സംരക്ഷണം നിന്നെ ഇങ്ങനെ വട്ടമിട്ട് പറന്ന് നിന്റെ കൂടെ ഉണ്ടാകും എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. ആ ഒരു ബോധ്യത്തോടു കൂടെ ഈ സെബസ്ത്യാനോസിനെയും സെബസ്ത്യാനോസിൻ്റെ തിരുനാളുകളെയും സെബസ്ത്യാനോസിൻ്റെ അമ്പെഴുന്നള്ളിപ്പിനെയും നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഈ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കുണ്ടാകട്ടെ. വിശുദ്ധ ലുസിയാനയുടെയും വിശുദ്ധ ഐറിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും പ്രത്യേകമായ മധ്യസ്ഥതയാൽ കൃപകളുടെ നിറവാക്കി ഈ ആഘോഷത്തെ മാറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.